Good morning. നമ്മൾ കെമിസ്ട്രി ചാപ്റ്റർ തുടങ്ങുകയാണ്. കെമിസ്ട്രി ചാപ്റ്റർ 1 സ്ട്രക്ചർ ഓഫ് ആറ്റം. നിങ്ങൾക്ക് എങ്ങനെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കിട്ടിയെന്നായിരുന്നു. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ബേസ് ചെയ്താണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ കൂടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപകാരമായിരിക്കും. നിങ്ങൾ കുറച്ച് എളുപ്പം മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ ടെക്സ്റ്റ് ബുക്ക് സംഘടിപ്പിക്കുക. PDF ഒക്കെ ഡൗൺലോഡ് ചെയ്തൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? സ്ട്രക്ചർ ഓഫ് ആറ്റം, അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഘടന എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് അല്ലേ. ഇനി എന്താണ് നമ്മുടെ കുറച്ച് ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗർ 1.1 നമുക്കറിയാം. നമ്മൾ കണ്ടു പരിചയമുള്ള കുറേ സാധനങ്ങളുടെ ഫോട്ടോസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? പാറ, പാറക്കെട്ട്, കല്ല്, പാടം, മണല്, പുഴ, ആകാശം. ഇതൊക്കെയാണ് ആ ഫസ്റ്റ് ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. എന്താ ചോദിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് എ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ആർ ദർ ഇൻ അവർ സറൗണ്ടിങ്സ് അല്ലേ. നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ കാണാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഒരു ഫോട്ടോ ആയിട്ട് തന്നത്. ഇപ്പോൾ വെറൈറ്റി ഓഫ് അല്ലേ, എല്ലാ ഇപ്പോൾ കാണിച്ചാണ് എല്ലാത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അല്ലേ. അവ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ വെവ്വേറെയാണ്. അവയ്ക്ക് ഓരോന്നിനും ഓരോരോ പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഡൈവേഴ്സിറ്റി അല്ലേ. എല്ലാത്തിനും വ്യത്യസ്തമുള്ളതുകൊണ്ടാണ് നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ ഇത്ര ഭംഗിയായിട്ടിരിക്കുന്നത് അല്ലേ. ഇനിയും എന്താ പറയുക, ഈ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽസും ഓരോന്നോരോന്നും വ്യത്യാസമുണ്ട്. പിന്നെന്താണ് അടിയിലൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫിഗർ 1.2 കൊടുത്തിട്ടുണ്ട്. എന്താണ്? കുറച്ച് ബുക്സ്, പിന്നെ ലാപ്ടോപ്പ് ഉണ്ട്, ഫോട്ടോ ഉണ്ട്, യൂട്ടൻസിൽസ്, പിന്നെ ത്രെഡ്, അങ്ങനെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങളുടെ ഫോട്ടോസാണ് നമ്മൾ ഫിഗർ 1.2 കൊടുത്തിരിക്കുന്നത്. അതെന്താണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആവശ്യാനുസരണം ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളാണ് ഫിഗർ 1.2 കൊടുത്തിരിക്കുന്നത്. 1.1 കൊടുത്തിരിക്കുന്നത് നമുക്ക് പ്രകൃതിയിൽ നേരിടുക അല്ലേ. പ്രകൃതി ഗിഫ്റ്റ് ഓഫ് ഗോഡ് വഴി നമുക്ക് എന്താണ് പ്രകൃതി തന്നെ നമുക്ക് വേണ്ടി സമ്മാനിച്ച കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഈ 6 ഫിഗറിൽ കണ്ടത്. സെക്കൻഡ് ഫിഗറിൽ കണ്ടത് നമ്മൾ മനുഷ്യന്മാരുടെ ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ സെറ്റ് ഓഫ് ഫിഗേഴ്സിൽ കണ്ടതല്ലേ. അപ്പം ഏത് വസ്തുവായാലും, പ്രകൃതിയിൽ നിന്നുണ്ടായ വസ്തുവായാലും, മനുഷ്യൻ നിർമ്മിക്കുന്ന വസ്തുവായാലും അതിനൊക്കെ എന്താണ് നമ്മൾ സബ്സ്റ്റൻസ് എന്ന് പറയും. ഈ സബ്സ്റ്റൻസ് എങ്ങനെയാണ് ഫോം ചെയ്തതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ സബ്സ്റ്റൻസ് എല്ലാം ഫോം ചെയ്തത്, ഒരു സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നത് അതിന് എന്താണ് കുറേ ടൈനി പാർട്ടിക്കിൾസ്, കുറേ ചെറിയ ചെറിയ കണികകൾ കൂടിച്ചേർന്നാണ് ഒരു വസ്തു ഉണ്ടായിരിക്കുന്നത്. ആ ചെറിയ കണികകളെ പറയുന്ന പേരാണ് തന്മാത്ര, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മോളിക്യൂൾ എന്ന് പറയും. അപ്പം എന്താണ് ഒരു സബ്സ്റ്റൻസ് ഫോം ചെയ്തിരിക്കുന്നത് കുറേ ടൈനി പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ടൈനി പാർട്ടിക്കിൾസ് ആയ എൻ്റെ പേരെന്താണ്? ടൈനി പാർട്ടിക്കിൾസിൻ്റെ പേരാണ് മോളിക്യൂൾസ്. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് മോളിക്യൂൾസ്, ആറ്റംസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി വരുന്ന ഇൻട്രൊഡക്ഷനായിട്ട് എന്താണ് മോളിക്യൂൾസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയും അപ്പോൾ നമ്മൾ മോളിക്യൂൾസ് എന്താണെന്ന് പഠിച്ചല്ലേ. നമ്മൾ ആറ്റം എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ മോളിക്യൂൾസ് ഉണ്ടാകുന്നത്? എങ്ങനെയാണ്? കുറേ ആറ്റംസ് കൂടി ചേർന്നാണ് മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഈ ആറ്റം എന്നാണ് അടുത്ത പേജിൽ പറയുന്നത്. ആറ്റമാണ് ഒരു സബ്സ്റ്റൻസിലെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ. അപ്പോൾ ഒരു സബ്സ്റ്റൻസിലെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ആറ്റമാണ്. ആറ്റംസ് കൂടി ചേർന്നുണ്ടാവുന്നതാണ് മോളിക്യൂൾസ്. മോളിക്യൂൾസ് കൂടി ചേർന്നുണ്ടാവുന്നതാണ് സബ്സ്റ്റൻസ്. അത്ര നിങ്ങളിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. എന്താണ് നെക്സ്റ്റ് ആറ്റം എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡെഫിനിഷൻ. മോളിക്യൂൾസ് ഓഫ് ഓൾ സബ്സ്റ്റൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. അപ്പോൾ എന്താണ് മോളിക്യൂൾസിനേക്കാളും ചെറുതായിരിക്കും ആറ്റംസ്. ഏറ്റവും ചെറുത് ആറ്റംസ് ആയിരിക്കും. ഈ ആറ്റംസ് കൂടിച്ചേർന്ന് മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്രകൾ ഉണ്ടാവും. ഈ തന്മാത്രകൾ കൂടിച്ചേർന്ന് സബ്സ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് പോലെ വരയ്ക്കുകയാണെങ്കിൽ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ഏതാണ്? ആറ്റംസ് അല്ലേ. ഒരു വസ്തുവിലെ ഏറ്റവും ചെറിയ കണികകൾ ആറ്റംസ് ആണ്. ആറ്റംസ് കൂടിച്ചേർന്നുണ്ടാവുന്നതാണ് മോളിക്യൂൾസ്. മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകൾ എന്ന് മലയാളത്തിൽ പറയും. മോളിക്യൂൾസ് കൂടിച്ചേർന്നുണ്ടാവുന്നതാണ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മാറ്റർ. സബ്സ്റ്റൻസസ്. അപ്പൊ ആറ്റമാണ് ഏറ്റവും ചെറുത്. ആറ്റംസ് കൂടിച്ചേർന്ന് മോളിക്യൂൾസ് ഉണ്ടാവും. മോളിക്യൂൾസ് കൂടിച്ചേർന്ന് സബ്സ്റ്റൻസ് ഉണ്ടാവും. ഇതാണ് ആറ്റം, മോളിക്യൂൾ, സബ്സ്റ്റൻസിന്റെ ഒരു ഓർഡർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ കുറേ സയന്റിസ്റ്റുകളെ ഈ ആറ്റോമിക് തിയറി ഒക്കെ ഡെവലപ്പ് ചെയ്ത് കുറേ സയന്റിസ്റ്റുകളുടെ ഒബ്സർവേഷൻ കൊണ്ടാണ്. അപ്പോൾ കുറേ സയന്റിസ്റ്റും അവർ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളും അവർ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി. ഡാൾട്ടൻ്റെ ആറ്റോമിക് സിദ്ധാന്തമാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡാൾട്ടൻ്റെ ഫോട്ടോ നിങ്ങൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നോക്കുക.
ഹി ഹാഡ് എ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡാൽട്ടൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു. ഇതാണ് കളർ ബ്ലൈൻഡ്നെസ്, വെച്ചാൽ വർണ്ണങ്ങൾ കളേഴ്സ് ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല ഡാൽട്ടന്. ആ അസുഖത്തിന് പിന്നീട് ഡാൽട്ടണിസം എന്ന് പേര് വന്നു. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പം കെമിസ്ട്രിയുടെ ഇതിന് ആവശ്യമില്ല, അതൊക്കെ ബയോളജിയിൽ നിങ്ങൾ പഠിക്കും. അപ്പോൾ നമുക്ക് ഈ ഡാൽട്ടൻ്റെ ആറ്റോമിക് തിയറിയുടെ മേജർ ഐഡിയാസ്, ഡാൽട്ടൺ എന്തിൻ്റെ ബേസിസിലാണ് ഈ ആറ്റോമിക് തിയറി ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദ വ്യൂസ് പുട്ട് ഫോർവേഡ് ബൈ ജോൺ ഡാൾട്ടൺ വെർ ബേസ്ഡ് ഓൺ ലോജിക്കൽ തിങ്കിങ്. എന്താണ് ജോൺ ഡാൾട്ടൺ മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ ഡാൾട്ടൻ്റെ മനസ്സിൽ ലോജിക്കലായിട്ട്, അവൻ്റെ ബുദ്ധിയിൽ ലോജിക്കലായിട്ട് ഡാൾട്ടൺ ചിന്തിച്ച് എടുത്ത കാര്യങ്ങളാണ്. അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസോ അല്ലെങ്കിൽ ഒബ്സർവേഷൻസോ ഒന്നുമില്ല. അപ്പം എന്തൊക്കെയാണ് നമുക്ക് ആ കാര്യങ്ങളെന്ന് നോക്കാം. മേജർ ഐഡിയാസ് ഓഫ് ആറ്റോമിക് തിയറി എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിൽ ഒരു 6 പോയിന്റ്സ് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക, ഈ 6 പോയിന്റ്സും നിങ്ങൾ ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി എന്ന് ഹെഡിങ് കൊടുത്തിട്ട് എഴുതി വയ്ക്കുക. ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത് നോക്കാം. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾ കോൾഡ് ആറ്റംസ്. എന്താണ്? ആറ്റംസ് എന്ന ചെറിയ ചെറിയ കണികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് മാറ്റർ. ഈ വസ്തു എന്ന് പറയുന്നത് ആറ്റംസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ആറ്റം എന്ന് പറയുന്നത് എന്താണ്? വളരെ ചെറിയ പാർട്ടിക്കിളാണ്. അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. എന്താ മൈന്യൂട്ട് എന്ന് പറഞ്ഞാൽ തീരെ ചെറിയത്, മൈന്യൂട്ടിൻ്റെ അർത്ഥം. അപ്പം മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കൊണ്ട്, മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആയ ആറ്റം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കൾ നമ്മൾ എന്തെന്ന് പറയും? മാറ്റർ എന്ന് പറയും. എന്നാണ് ഫസ്റ്റ് പോയിന്റ്. ഈ സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ആറ്റംസ് cannot be divided during chemical reactions. Atoms can neither be created nor destroyed. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു രാസപ്രവർത്തനം നടക്കും അല്ലേ, ഒരു നമ്മൾ പഠിച്ചിട്ട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ കെമിക്കൽ റിയാക്ഷനിൽ സബ്സ്റ്റൻസ് ആണ് പങ്കെടുക്കുന്നത് അല്ലേ. ഈ കെമിക്കൽ റിയാക്ഷനിൽ സബ്സ്റ്റൻസ് പങ്കെടുക്കുമ്പോൾ അതിലെന്തുണ്ട്? ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഈ ആറ്റംസ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആറ്റത്തിന് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ഇതിനിടയ്ക്ക് ആറ്റംസിനെ നമുക്ക് പുതിയ ആറ്റംസിനെ ഒരെണ്ണത്തിന് ഉണ്ടാക്കാനോ ഉള്ള ആറ്റത്തിനെ നശിപ്പിക്കാനോ കഴിയില്ല. ഇതാണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞത്. ഈ തേർഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ്സ് ആർ ഐഡന്റിക്കൽ ഇൻ പ്രോപ്പർട്ടീസ്, സൈസ് ആൻഡ് മാസ്. ഒരു വസ്തു അപ്പോൾ നമ്മളൊരു വസ്തു ഉണ്ടാക്കിയത് കുറെ ആറ്റംസ് കൂടിച്ചേർന്നാന്ന് പറഞ്ഞു അല്ലേ. ആ എല്ലാ ആറ്റത്തിനും കുറെ ആറ്റംസിന്റെ കൂട്ടമാണ് ഒരു വസ്തു. ആ എല്ലാ ആറ്റത്തിനും എന്തായിരിക്കും? സെയിം സൈസും സെയിം പ്രോപ്പർട്ടീസും സെയിം മാസും ആണെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആണെങ്കിൽ ഷുഗർ എടുക്കുക. ഷുഗറിന്റെ എല്ലാ ആറ്റത്തിനും എന്തായിരിക്കും? സെയിം സൈസും സെയിം മാസും സെയിം പ്രോപ്പർട്ടി ആയിരിക്കും. ഇനി അടുത്ത പോയിന്റ് എന്താണ്? ആറ്റം ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് ഡിഫർ ഇൻ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. പല എലമെന്റിന്റെ അല്ലേ, പുതു എലമെന്റ് ആണ്, വേറെ എലമെന്റ്, 2 വ്യത്യസ്തമായ എലമെന്റുകൾ എടുത്തു. ആ എലമെന്റുകളുടെ ആറ്റംസ് എന്തായിരിക്കും? സൈസിലും ഷേപ്പിലും പ്രോപ്പർട്ടീസിലും വ്യത്യാസമായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് പഞ്ചസാരയും ഉപ്പും പോലെ. പഞ്ചസാരയുടെ പ്രോപ്പർട്ടി അല്ലല്ലോ ഉപ്പിന്റെ പ്രോപ്പർട്ടി. അതുപോലെ 2 എലമെന്റിന്റെ ആറ്റംസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആറ്റത്തിൽ സൈസിലും ഷേപ്പിലും പ്രോപ്പർട്ടീസിലും 2 സബ്സ്റ്റൻസിന്റെ ആറ്റമുകൾ തമ്മിൽ ഡിഫറെന്റ് ആയിരിക്കും. അതാണ് ഫോർത്ത് പോയിന്റ് പറയുന്നത്. ഇനി ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തനത്തിലെ ഒരു പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത് എന്താണ്? ആറ്റം ആണ് അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു കെമിക്കൽ റിയാക്ഷൻസിൽ സബ്സ്റ്റൻസ് പങ്കെടുക്കും എന്ന് പറഞ്ഞു അല്ലേ. ഈ സബ്സ്റ്റൻസിന്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ഏതാണ്? ആറ്റം. അപ്പൊ ഈ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ഏതാണ്? ആറ്റം. അതാണ് ഡാൾട്ടൺ പറഞ്ഞിട്ടുള്ളത്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആറ്റം ആണെന്നാണ് പറയുന്നത്. ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കോമ്പൗണ്ട്സ്. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് 2 or more elements combine in a simple ratio. എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡിഫറെന്റ് എലമെന്റ്സിന്റെ പല എലമെന്റ്സിന്റെ കൂടിച്ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? സംയുക്തങ്ങൾ കിട്ടുന്നത്. അപ്പൊ എങ്ങനെയാണ് അത് ജോൺ ഡാൾട്ടൺ എങ്ങനെയാ പറഞ്ഞതെന്ന് നോക്കാം. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് 2 or more elements combine in a simple ratio. ഞാനിതൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നിങ്ങൾക്ക് വാട്ടർ എങ്ങനെയാട്ടാ? വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? H2O അല്ലേ. വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല H2O എന്താണ്? 2 ഹൈഡ്രജൻ മോളിക്യൂളും ഒരു ഓക്സിജൻ മോളിക്യൂളും കൂടി ചേർന്നാണ് നമുക്ക് വാട്ടർ കിട്ടുന്നത് അല്ലേ. അപ്പൊ ഇതെന്താണ്? വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമ്പൗണ്ട് ആണ്. 2 ഡിഫറെന്റ് എലമെന്റ് ആറ്റംസ് കൂടി ചേർന്ന് ഒരു പുതിയ വസ്തു കിട്ടി. അപ്പൊ അതെന്താണ്? കോമ്പൗണ്ട്. 2 2 കൂടുതലാവാം.
അപ്പോൾ വാട്ടറിന് 2 ഉള്ളൂ, ഹൈഡ്രജനും ഓക്സിജനും ഉള്ളൂ. ചില സബ്സ്റ്റൻസിന് 2 അതിൽ കൂടുതലോ എലമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ എന്താണ്, ഇതാണ് ആ ലാസ്റ്റ് പോയിന്റിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. കോമ്പൗണ്ട്സ് എങ്ങനെയാണ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്ന ചോദ്യം. എന്താണ്, 2 ഡിഫറെന്റ് എലമെന്റ്സിന്റെ ആറ്റംസ് ഒരു റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കോമ്പൗണ്ട്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്താണ്, ഇവിടെ 2 ഡിഫറെന്റ് എലമെന്റ്സ് ഏതൊക്കെയാണ്, ഹൈഡ്രജനും ഓക്സിജനും അല്ലേ. റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ 2 ഓക്സിജന്റെ 1, അത് തമ്മിൽ കൂടിച്ചേർന്ന് എന്തുണ്ടായി, വാട്ടർ ഉണ്ടായി. അതാണ് കോമ്പൗണ്ട്. അപ്പൊ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ആറ്റംസ് ഓഫ് 2 or more elements containing simple ratio. 2 അതിൽ കൂടുതൽ വസ്തുക്കൾ എലമെന്റ്സിന്റെ ആറ്റംസ് ഒരു റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു വസ്തു ഉണ്ടാവും, സംയുക്തങ്ങൾ ഉണ്ടാവുന്നതാണ് 6th പോയിന്റ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഈ 6 പോയിന്റ് നോട്ട്ബുക്കിലേക്ക് എഴുതാം. പോകുന്നുണ്ട്, നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റം. ഒരു മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് ടൈനി പാർട്ടിക്കിൾസ് ആയ ആറ്റംസ് കൊണ്ടാണ് മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓർത്താൽ മതി, സബ്സ്റ്റൻസ് ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്, ആറ്റംസ് അല്ലെ. ആറ്റംസുകൾ കുറെ ആറ്റംസ് കൂടി ചേർന്നാണ് സബ്സ്റ്റൻസ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ മാറ്റർ ഉണ്ടാക്കിയത്. അപ്പോൾ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. അതാണ് ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് പറയുന്നത്, ഫസ്റ്റ് മേജർ ഐഡിയയിലുള്ളത്. സെക്കൻഡ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആറ്റംസ് കനോട്ട് ബി ഡിവൈഡഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ അല്ലെ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരു സബ്സ്റ്റൻസ് പങ്കെടുക്കുമ്പോൾ ആ സബ്സ്റ്റൻസിലുള്ള ആറ്റത്തിന് നമുക്ക് വിഭജിക്കാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പുതിയതായിട്ട് ഒരു ആറ്റത്തെ നിർമ്മിക്കാനോ അത് ഉള്ള ഒരു ആറ്റത്തിനെ നശിപ്പിക്കാനോ നമുക്ക് സാധിക്കില്ല. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിട്ടുള്ളത്, സെയിം ഒരു സബ്സ്റ്റൻസിലെ ആറ്റംസിനെല്ലാം എന്തായിരിക്കും, സെയിം സ്വഭാവമായിരിക്കും അല്ലേ. ഒരു വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തുവിലെ എല്ലാ ആറ്റത്തിനും എന്തായിരിക്കും, സെയിം സ്വഭാവമായിരിക്കും, സെയിം പ്രോപ്പർട്ടീസ് ആയിരിക്കും, സൈസ് ആയിരിക്കും, മാസ് ആയിരിക്കും. ഡിഫറെന്റ് സബ്സ്റ്റൻസ് അല്ലേ. ഇപ്പോൾ 2 വെവ്വേറെ വസ്തുക്കളാണെന്നുണ്ടെങ്കിൽ ആ വസ്തുക്കളുടെ ആറ്റത്തിന് എന്തായിരിക്കും, ആറ്റത്തിനും അതേപോലെ തന്നെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസും സൈസും മാസും ആയിരിക്കും. ആണ് 4th പോയിന്റ് പറഞ്ഞത്. ഇനി 5th പോയിന്റ് എന്താണ് പറയുന്നത്, ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരു പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ കണിക ആരാണ്, ഇപ്പോൾ സബ്സ്റ്റൻസിലുള്ള ഏറ്റവും ചെറിയ കണിക ഏതാണ്, ആറ്റാണ് അല്ലേ. അപ്പൊ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ഏതായിരിക്കും, ആറ്റം തന്നെയായിരിക്കും. 6th പോയിന്റ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് എങ്ങനെ ഉണ്ടാകുന്നത് അല്ലേ. 2 അതിൽ കൂടുതലോ ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സിന്റെ ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ, അത് റേഷ്യോയിൽ കമ്പൈൻ ചെയ്യുമ്പോൾ പുതിയ ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നത് നമ്മൾ 6th പോയിന്റ് ആയിട്ട് പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് 6th പോയിന്റിന്റെ മീനിങ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത് പോകുന്നത് പാർട്ടിക്കിൾ സ്മോളർ ദാൻ ആറ്റംസ് ആണ് അല്ലേ. ഈ ആറ്റത്തിനേക്കാളും ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ ജോൺ ഡാൾട്ടൺ പറഞ്ഞു ആറ്റാണ് ഏറ്റവും ചെറുതെന്ന് പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആറ്റത്തിനേക്കാളും ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടോന്നാണ്. ഇപ്പോഴും കുറേ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ആറ്റത്തിനെ ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ എക്സ്പെരിമെന്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തപ്പോൾ ഈ ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാൻ, ഈ ആറ്റത്തിനേക്കാൾ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കുറച്ച് സയന്റിസ്റ്റിനൊക്കെ കിട്ടി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആറ്റാണ് ഏറ്റവും ചെറുതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കുറച്ച് പേര് കുറച്ച് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തപ്പോൾ എന്ത് കിട്ടി, ആറ്റത്തിനേക്കാൾ ചെറിയ പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ. ആ എക്സ്പെരിമെന്റ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് ഫസ്റ്റ് എക്സ്പെരിമെന്റ് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന എക്സ്പെരിമെന്റ് ആണ്. എന്താണ്, നമ്മൾ നനഞ്ഞ മുടിയല്ല, ഉണങ്ങിയ മുടിയിൽ എന്ത് ചെയ്യുക, നമ്മൾ സാധാരണ ഇരുമ്പോൾ ചീപ്പെടുത്ത് ഈരിയിട്ട് അതിന് കുറച്ച് എന്ത് വേണം, നമുക്ക് കുറച്ച് പേപ്പർ ബിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേപ്പറുകൾ കീറി ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മേശമ വെക്കുക. നമ്മുടെ തല ഈര എന്ത് ചെയ്യുക, തല ഈരി കഴിഞ്ഞിട്ട് ആ ചീപ്പ് നമ്മൾ ഈ പേപ്പറിൻ്റെ ഈ പേപ്പർ കഷ്ണങ്ങൾ അടുത്തേക്ക് ചീപ്പ് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, ഈ ചീപ്പ് മേക്കി പേപ്പർ കഷ്ണങ്ങളൊക്കെ അട്രാക്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ചീപ്പ് മേക്കി പേപ്പർ കഷ്ണങ്ങളൊക്കെ ചാടിയിരിക്കും. അത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും ചാടിയിരിക്കാൻ കാരണം, ഈ ചീപ്പും ഈ പേപ്പർ കഷ്ണവും തമ്മിൽ എന്തെങ്കിലും ഒരു ഫോഴ്സ് കണ്ടാവും അല്ലേ, അട്രാക്റ്റീവ് ഫോഴ്സ്. എന്തെങ്കിലും ഒരു ഫോഴ്സ് രണ്ടുപേർ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ എന്തോ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതാണ് ഒരു എക്സ്പെരിമെന്റ്. പിന്നെ അടുത്തൊരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നതും ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെന്റ് തന്നെയാണ്. ഒരു ബലൂൺ വീർപ്പിക്കുക, ഇൻഫ്ലേറ്റഡ് ബലൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീർപ്പിച്ച ബലൂൺ എടുക്കുക. നമ്മൾ കുറച്ച് നേരം നമ്മുടെ മുടിയിലിട്ട് ഉരച്ചിക്കൊണ്ടിരിക്കുക, തലയിൽ ഉരച്ചിക്കൊണ്ടിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഈ ചുമരുമേ അത് വെച്ചിട്ട് നമ്മൾ കൈ വിടുക. എന്ത് കാണാൻ സാധിക്കും, ഈ ബലൂൺ ഈ ചുമരുമേ ഒട്ടി പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുക, അവിടെ ഈ ചുമരും ഈ ബലൂണും തമ്മിൽ എന്തോ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്
നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കില്ലല്ലോ. എപ്പോഴും ഒരു വസ്തു വേറൊരു വസ്തുവിനായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവിടെ എന്തെങ്കിലും ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അവർ തമ്മിലുള്ള അട്രാക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ അവിടെ എന്തോ ഒരു ഫോഴ്സ് ഫോം ക്രിയേറ്റ് ആയെന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ ഫോഴ്സ് അത് എന്താണ് അതിനെക്കുറിച്ച് ഇനി എങ്ങനെയാണ് ഇത് അട്രാക്ഷൻ നടന്നത് എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ സയൻറ്റിസ്റ്റ് കുറേ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തു. നമുക്ക് കുറച്ച് സയൻറ്റിസ്റ്റും അവർ ചെയ്ത എക്സ്പെരിമെൻ്റ് അവർ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അവർ ജസ്റ്റ് നമുക്ക് ഞാൻ അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം പറയുന്നുള്ളൂ. ഇത് വായിച്ചു പോകണമെങ്കിൽ കുറേ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവരുടെ പേരും അവരുടെ ഇമ്പോർട്ടൻറ്റ് കണ്ടുപിടുത്തങ്ങൾ മാത്രം പറയുന്നുള്ളൂ. ഇത് നിങ്ങൾ അതേപോലെ തന്നെ പഠിക്കുക. ഇത് കാണാപ്പാടം ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എന്താ അവരുടെ പേരും അവരുടെ എന്താണ് മെയിനായിട്ട് ഇൻവെൻറ്റ് ചെയ്തത് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സർ ഹംഫ്രി ഡേവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ സയൻറ്റിസ്റ്റിൻ്റെ ഫോട്ടോസൊക്കെ ലെഫ്റ്റ് സൈഡിൽ കാണാം അവരുടെ ഫോട്ടോസൊക്കെ. അപ്പോൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് സർ ഹംഫ്രി ഡേവി. ഹംഫ്രി ഡേവിയുടെ ബ്രാക്കറ്റിൽ നിന്നത് അവരുടെ കാലഘട്ടം കേട്ടോ. അവരുടെ ബ്രാക്കറ്റിൽ നിന്നത് അവർ ജനിച്ച വർഷവും മരിച്ച വർഷമാണ് ബ്രാക്കറ്റിൽ ഇയറായിട്ട് കൊടുത്തിട്ടില്ലേ. അത് നമുക്കിപ്പോൾ നോക്കാം എന്താണ് സർ ഹംഫ്രി ഡേവിയുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സർ ഹംഫ്രി ഡേവി മെയിനായിട്ട് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്ത് ഇലക്ട്രിസിറ്റി വെച്ചാണ്, വൈദ്യുതി വെച്ചാണ് സർ ഹംഫ്രി ഡേവി മെയിനായിട്ട് അയാളുടെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് ഇപ്പോൾ ഒരു കോമ്പൗണ്ട് ഇതാന്ന് പറഞ്ഞാൽ ഇപ്പോൾ H2 ഒരു കോമ്പൗണ്ടാണ് അല്ലേ. ഈ H2ലേക്ക് ഈ H2 എന്ന് വാട്ടർ ഇവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് ആണ് ഹംഫ്രി ഡേവിയുടെ എക്സ്പെരിമെൻറ്റ്സ് എല്ലാം നടന്നത്. എന്ത് ചെയ്യും, ഈ കോമ്പൗണ്ടിലേക്ക് ഹംഫ്രി ഡേവി ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് എലമെൻറ്റ്സ് ആക്കി ഐസൊലേറ്റ് ചെയ്തെടുത്തു. അങ്ങനെ കുറച്ച് എലമെൻറ്റ്സിൻ്റെ പേരാണ് പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, സ്ട്രോഷ്യം, ബേരിയം, ബോറോൺ. ആ സം ഓഫ് ദ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സർ ഹംഫ്രി ഡേവിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹി എസ്റ്റാബ്ലിഷ് നമ്മൾക്ക് 2 ടൈപ്പ് ഓഫ് ചാർജസ് ഉണ്ട് അല്ലേ. പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. ഈ ചാർജൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ്? സർ ഹംഫ്രി ഡേവിയുടെ എക്സ്പെരിമെൻറ്റ്സ് കൊണ്ടാണ് നമുക്ക് ഈ ചാർജസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടിയത്. അതേപോലെ തന്നെ ഒരു സബ്സ്റ്റൻസിന് വേറൊരു സബ്സ്റ്റൻസിനായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ചാർജസ് വേണം അല്ലേ. ആ ചാർജസ് ഒക്കെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് സർ ഹംഫ്രി ഡേവിയുടെ എക്സ്പെരിമെൻ്റ് വഴിയാണ്. ഒരു വസ്തു വേറൊരു വസ്തുവിനോട് റിയാക്ട് ചെയ്യാനുള്ള ചാർജസ് ഒക്കെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. അടുത്ത സയൻറ്റിസ്റ്റാണ് മൈക്കിൾ ഫാരഡേ. മൈക്കിൾ ഫാരഡേ കാലഘട്ടം 1791 to 1867 ആണ്. ഈ മൈക്കിൾ ഫാരഡേയുടെ പേര് നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുണ്ടാവും. ഹംഫ്രി ഡേവിയൊക്കെ കേൾക്കാൻ വളരെ ചുരുക്കമായിരിക്കും. പക്ഷേ മൈക്കിൾ ഫാരഡേ എന്നൊക്കെ നിങ്ങൾ കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. കാരണം എന്താണ്, മൈക്കിൾ ഫാരഡേ ആണ് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റിയുടെ ഫാദർ എന്ന് അറിയപ്പെടുന്നവരാണ് മൈക്കിൾ ഫാരഡേ ആണ് ഇലക്ട്രിസിറ്റിയുടെ ഫാദറായിട്ട് അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു ഹംഫ്രി ഡേവി എങ്ങനെയാണ് എക്സ്പെരിമെൻ്റ് ചെയ്തത്? വെള്ളത്തിൽക്കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താണ് സർ ഹംഫ്രി ഡേവി എക്സ്പെരിമെൻ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ മൈക്കിൾ ഫാരഡേ എന്ത് കണ്ടുപിടിച്ചു? മൈക്കിൾ ഫാരഡേ കണ്ടുപിടിച്ചു വെള്ളത്തിൽക്കൂടെ ഇലക്ട്രിസിറ്റിക്ക് പാസ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് കണ്ടുപിടിച്ചതാരാ? മൈക്കിൾ ഫാരഡേ ആണ് അത് കണ്ടുപിടിച്ചത്. ഇലക്ട്രിസിറ്റിക്ക് വെള്ളത്തിൽക്കൂടെ പാസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനി അടുത്തത് എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 8 പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോളിസിസ് അല്ലേ. മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കലായി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോളിസിസ്. അപ്പോൾ അതായത് ഇലക്ട്രോളിസിസ് എന്താണ്? നമ്മൾ ഒരു കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ ലിക്വിഡിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് ഇലക്ട്രോളിസിസ് പഠിച്ചത്. അപ്പോൾ ലോ ഓഫ് ഇലക്ട്രോളിസിസ് ഒക്കെ കൊണ്ടുവന്നവരാണ് മൈക്കിൾ ഫാരഡേ ആണ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ഒക്കെ കൊണ്ടുവന്നത്. ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇത് കാണാപ്പാടം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷനാണ്. ചാപ്റ്ററിൽ ഇനി കുറേ പഠിക്കാനുണ്ട്, അതൊക്കെ വരുന്നുണ്ട്. അപ്പം അതാണ് സയൻറ്റിസ്റ്റ്. ഇനി കുറച്ച് ബ്ലൂ ബോക്സിൽ ഉണ്ടോ, ഇവിടെ നിന്നാണെങ്കിൽ കുറച്ച് ബ്ലൂ ബോക്സിൽ 2-3-4 സയൻറ്റിസ്റ്റുകൾ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഇതേപോലെ തന്നെ വായിക്കുക. കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അവരുടെ പേരൊക്കെ ജസ്റ്റ് ഓർമ്മയിൽ വയ്ക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് വായിച്ച് ഞാനിവിടെ ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് മാത്രം പറയുന്നുള്ളൂ. കാരണം ഇത് വായിച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവരുടെ പേരും അവരുടെ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷനും പറയാം. ഫസ്റ്റ് വരുന്നത് ഹെൻറിച്ച് ഗ്രേഷ്യർ. ഹെൻറിച്ച് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ഫിസിസിസ്റ്റ് ആയിരുന്നു. അതിൻ്റെ ഗ്ലാസ് ബ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് കൊണ്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സ്കിൽഫുള്ളായ ഒരു മനുഷ്യനായിരുന്നു ഹെൻറിച്ചിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വാക്യൂം ട്യൂബ്സ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വാക്യൂം ട്യൂബ്സ് ആണ്. നമ്മുടെ ഹെൻറിച്ച് ഡിസ്കവർ ചെയ്ത് വാക്യൂം ട്യൂബ്സ്.
പിന്നെ എന്താണ് ഹെൻറിച്ചിൻ്റെ ഈ വാക്വം ട്യൂബ്സ് കൊണ്ട് ഹെൻറിച്ച് ഇൻവെൻറ്റ് ചെയ്തത് ഇലക്ട്രിസിറ്റി ക്യാൻ പാസ് ത്രൂ ഗ്യാസ്. നമ്മൾ മൈക്കിൾ ഫാരഡെ എന്താണ് കണ്ടുപിടിച്ചത്? മൈക്കിൾ ഫാരഡെ കണ്ടുപിടിച്ചു വൈദ്യുതിക്ക് ലിക്വിഡിക്കടെ വെള്ളത്തിക്കടെ പോകാനുള്ള കഴിവുണ്ടെന്ന് കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ ഹെൻറിച്ച് എന്ന സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചു വൈദ്യുതിക്ക് ഗ്യാസിക്കടെ പോകാനുള്ള കഴിവുണ്ടെന്ന് കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ആണ് കണ്ടുപിടിച്ചത്. ഇനി അടുത്തത് ജൂലിയസ് പ്ലങ്കർ. ജൂലിയസ് പ്ലങ്കർ എന്ന് പറയുന്നത് എന്താണ് കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞു നമ്മുടെ ഹെൻറിച്ച് എന്താണ് കണ്ടുപിടിച്ചത്? ഗ്യാസിക്കടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് കണ്ടുപിടിച്ചു അല്ലേ. പ്ലങ്കർ എന്താ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റി ഗ്യാസിക്കടെ പാസ് ചെയ്യുന്നത് വെരി ലോ പ്രഷറിലാണ്. അപ്പോൾ അതിനെ പറയുന്ന പേരെന്താണ്? ഇലക്ട്രിക് ഡിസ്ചാർജ് എന്നാണ് അതിനെ പറയുന്ന പേര്. ജൂലിയസ് പ്ലങ്കറിന്റെ മെയിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് ഡിസ്ചാർജിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, അതൊക്കെ മനസ്സിലാവും. പിന്നെ എന്താണ് വില്യം ക്രൂക്സ്. അടുത്ത സയൻറ്റിസ്റ്റ് ആണ് വില്യം ക്രൂക്സ്. വില്യം ക്രൂക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഹെൻറിച്ച് വാക്യൂം ട്യൂബ് ഉണ്ടാക്കി അല്ലേ. ആ വാക്യൂം ട്യൂബിനെ ഒന്നുകൂടി മോഡിഫൈഡ് ചെയ്ത് നമ്മുടെ വില്യം ക്രൂക്സ് ഉണ്ടാക്കിയ ഒരു ട്യൂബാണ് CRT അല്ലെങ്കിൽ കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പം വില്യംസിൻ്റെ എക്സ്പെരിമെൻ്റ് ഒക്കെ ഈ കാഥോഡ് റേ ട്യൂബിനെ ബേസ് ചെയ്തായിരുന്നു വില്യംസിൻ്റെ എക്സ്പെരിമെൻ്റ് ഒക്കെ. കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത് കാഥോഡ് റേസ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ CRT എന്ന് പറയും. പിന്നെ തന്നെ ഈ വില്യം ക്രൂക്സിൻ്റെ എക്സ്പെരിമെൻ്റ് ഒക്കെ പ്രൂവ് ചെയ്തു ഈ ആറ്റംസിനേക്കാൾ ചെറിയ പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രൂവ് ചെയ്ത് ഏതൊക്കെ ആരാണ്? വില്യം ക്രൂക്സിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ് പ്രൂവ് ചെയ്ത്. അടിയിൽ പറയുന്നുണ്ട് led to the discovery of facts that atom can be divided and atoms are made up of extremely minute subatomic particles. എന്താണ് നമ്മളിപ്പോൾ ഡാൽട്ടൺ പറഞ്ഞത് ആറ്റം ആണ് ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ എന്നാണ് അല്ലേ. സർ വില്യം ക്രൂക്സിൻ്റെ ഡിസ്കവറിയുടെ എന്ത് പ്രൂവ് വന്നു? ആറ്റത്തിനേക്കാളും ചെറിയ പാർട്ടിക്കിൾസ് സബാറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് ആര് പ്രൂവ് ചെയ്തു? വില്യം ക്രൂക്സ് പ്രൂവ് ചെയ്തു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഏഗൻ ഗോൾഡ്സ്റ്റൈൻ. അടുത്ത സയൻറ്റിസ്റ്റാണ് ഏഗൻ ഗോൾഡ്സ്റ്റൈൻ. ഏഗൻ ഗോൾഡ്സ്റ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസസിലെ പോസിറ്റീവ് ചാർജ്. ഈ റെക്കഗ്നൈസ് ദ പ്രസൻസ് ഓഫ് പോസിറ്റീവ് ചാർജ് ഇൻ ഗ്യാസ് ബൈ കണ്ടക്ടിങ് ദ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ഇവിടെ ഡിസ്ചാർജ് ട്യൂബാണ്. ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിലൂടെ ഏഗൻ കണ്ടുപിടിച്ചു ഗ്യാസിൽ പോസിറ്റീവ് ചാർജസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചതാണ് ഏഗൻ ഗോൾഡ്സ്റ്റൈൻ. അത് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. എന്താണ് അതിൻ്റെ ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഫിഗറൊക്കെ താഴെ നിങ്ങൾക്ക് ഫോട്ടോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നോക്കുക. അടുത്തത് വില്യം ബ്രോംപ്ടൺ. വില്യം കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വില്യം ക്രൂക്സ് കണ്ടുപിടിച്ചു ഒരു കാഥോഡ് റേ ട്യൂബ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു അല്ലേ. വില്യം ക്രൂക്സ് കണ്ടുപിടിച്ച കാഥോഡ് റേ ട്യൂബ് ഒന്നുകൂടെ മോഡിഫൈ ചെയ്തു. എന്താണ് കാഥോഡ് റേസ് വന്ന സ്ഥലത്ത് വില്യം എന്ത് ചെയ്തു? ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് ആ റേസിനെയൊക്കെ ഡിഫ്ലക്ട് ചെയ്ത് വിട്ടു. അപ്പോൾ നമുക്ക് പുതിയ ടൈപ്പ് ഓഫ് റേ കിട്ടി. അതിന് പേര് കൊടുത്തത് എക്സ് റേസ് എന്ന് പേര് കൊടുത്തു. നമുക്ക് പേര് കേൾക്കുമ്പോൾ അറിയാവുന്ന പോലെ തന്നെ ഇപ്പം നമ്മൾ ഹോസ്പിറ്റൽസിലും മെഡിക്കൽ ഫീൽഡിലും ഇൻഡസ്ട്രീസിലും ഒക്കെ ഉപയോഗിക്കുന്ന എക്സ്റേ കണ്ടുപിടിച്ചതാരാണ്? വില്യം റോങ്സ്റ്റൺ ആണ് ഈ എക്സ് റേസിൻ്റെ ഡിസ്കവറി. അപ്പോൾ നമ്മൾ ഇത്രയും സയൻറ്റിസ്റ്റിനൊക്കെ പറഞ്ഞു അല്ലേ. എല്ലാ സയൻറ്റിസ്റ്റിനും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ആവും. അപ്പോൾ നിങ്ങൾ ഇത്രയും പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ കാര്യം അവരുടെ കോൺട്രിബ്യൂഷൻ ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇനി 2-3 സയൻറ്റിസ്റ്റിനോട് നമുക്ക് പരിചയപ്പെടാണ്ട് നമുക്ക് അവരെ അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഇത് ജസ്റ്റ് കാണാപ്പാഠം പഠിക്കാനൊന്നും ജസ്റ്റ് തിയറി പോലെയാണ്. നിങ്ങൾ വായിച്ചിട്ട് ഡാൽട്ടൻ്റെ മേജർ ഐഡിയാസ് നോട്ട്ബുക്കിൽ എഴുതുക. അതുപോലെ തന്നെ ഈ സയൻറ്റിസ്റ്റുകളുടെ പേരും അവരുടെ കോൺട്രിബ്യൂഷൻ ജസ്റ്റ് 1-2 സെൻറ്റൻസിലൊക്കെ എഴുതി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി സയൻറ്റിസ്റ്റിനെ കുറിച്ച് പരിചയപ്പെടാം. ശരി.